നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ലിറ്റിൽ നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ജീവജാലങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒന്നിനോടൊന്ന് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. തക്കുടു, സ്റ്റാൻഡ് അപ്പ്. തക്കുടു പഠിക്കാൻ വന്നതാണോ അതോ കൂട്ടുകാരെങ്ങനെ ഉപദ്രവിക്കാനാണോ സ്കൂളിൽ വരുന്നത്? അത് ശരി, ചോദിച്ചാൽ മറുപടിയുമില്ല. ഒരു കാര്യം ചെയ്യ്, ഈ പീരീഡ് കൂടി കഴിഞ്ഞാൽ സ്കൂൾ വിടും. അതുവരെ പുറത്തു നിൽക്ക്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പിന്നെ ഒരു പേപ്പർ കൊണ്ടോ ഇത്രയും വേദനിക്കോ? ഇതൊക്കെ ഒരു തമാശയല്ലേ? ഇതാണോ തമാശ? ഈ ഇടിയായി നിനക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ തമാശയേക്കാൾ ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടത് ടീച്ചർ കാണിച്ച തമാശയാ. അങ്ങനെ കളിയാക്കി ചിരിക്കൊന്നും വേണ്ട, അല്ലെങ്കിലും ആ ടീച്ചറുടെ ക്ലാസ് നല്ല ബോറാ. അതാ ഞാൻ പുറത്തു പോയി നിന്ന്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ എന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. എന്താ? ഒന്നുമില്ല.
പണിയാ തക്കടു ഈ കാണിച്ചത്? പാവം ഉറുമ്പുകൾ. എന്ത് പാവം? ഓ പിന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഒരു തമാശയല്ലേ? പാവം ജീവികളെ ഉപദ്രവിക്കുന്നതാണോ നിന്റെ തമാശ? നീ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചത് കേട്ടില്ലേ? എല്ലാ ജീവികളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന്. ഓ പിന്നെ ഈ ഉറുമ്പുകളല്ലേ എന്നെ സഹായിക്കുന്നത്. നിങ്ങളൊന്ന് പോയേ, ഞാൻ ഇനിയും ചെയ്യും. ഇതെന്ത് പറ്റി? അയ്യോ 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 അയ്യോ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പറ്റിയത്? രാവിലെ ആഹാരം തേടി പോകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. അയ്യോ, ഞാൻ ഇന്ന് സ്കൂളിൻ്റെ അടുത്ത് മാവിൽ നിന്നും മാമ്പഴം ശേഖരിക്കാൻ പോയതാ. മാമ്പഴം കൊണ്ടുവരാൻ നോക്കിയത് ആ സ്കൂളിൽ നിന്നും ഒരു കുട്ടി എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് എൻ്റെ മേലേക്കൊരു വലിയ കല്ലാഞ്ഞടിച്ചു. എനിക്കിപ്പോൾ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് നാളത്തേക്ക് ആഹാരം തേടി പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അയ്യോ 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 അയ്യോ, ഇതെന്ത് കഷ്ടമാ. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെന്തിനാ ഈ മനുഷ്യർ നമ്മളെ ഉപദ്രവിക്കുന്നത്? അതൊന്നുമല്ല എന്റെ വിഷമം. എന്റെ കുഞ്ഞുങ്ങളെന്ന് പട്ടിണിയാകുമല്ലോ എന്ന് കരുതുമ്പോ അയ്യോ, വേദന കാരണം എനിക്ക് ആ മാമ്പഴം കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ. അതോർത്ത് ഇനി സങ്കടപ്പെടണ്ട. അവർക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോളാം. തൽക്കാലം നിങ്ങൾ വിശ്രമിക്കൂ. എങ്ങനെയായാലും തക്കുടുവിന്റെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം മാറ്റണം. എനിക്ക് തോന്നുന്നില്ല അവൻ മാറുമെന്ന്. അവന്റെ കണ്ണിൽ മറ്റു ചെറിയ ജീവികൾ ഈ ലോകത്ത് ഒരു ഉപയോഗവും ഇല്ലാത്തവരാ. ഓഹോ, അപ്പോൾ ഇവരായിരിക്കും അദ്ദേഹത്തെ ഉപദ്രവിച്ചത്. ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇതിനെ കാണാൻ നല്ല രസമുണ്ടല്ലോ. ശരിയാ, കാണാൻ രസമുള്ള ഞങ്ങളെ നിങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നേ? ദേ, ഇത് സംസാരിക്കുന്നു. അത് ശരിക്കും അത്ഭുതം തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങളുടെ ഏറുകൊണ്ട് ശരീരം അനക്കാൻ വയ്യാണ്ട് കിടക്കുവാ എന്റെ കുട്ടികളുടെ അച്ഛൻ. അയ്യോ, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോ വെള്ളമടിച്ച് ഞങ്ങളുടെ വീടുകൾ മുഴുവൻ നശിപ്പിച്ചത്? ദേ, ഉറുമ്പുകൾ സംസാരിക്കുന്നു. അതൊന്നും ഞങ്ങൾക്ക് സംസാരിച്ചൂടാ. അയ്യോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. നോക്ക്, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഇനി ഉപദ്രവിക്കേയില്ല. അയ്യോ, നിങ്ങളെ വഴക്ക് പറയുവാനോ ഉപദ്രവിക്കുവാനോ വന്നതല്ല. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് അഭ്യർത്ഥിക്കാനാണ്. നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അത് തക്കുടുമായിരിക്കും. ഞങ്ങളുടെ ഒരു സുഹൃത്ത് തന്നെയാ. പക്ഷെ ഞങ്ങളെ പോലെയല്ല. അവന് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ഒരു ഹോബിയാ. അയാളോട് നിങ്ങൾ പറയൂ ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന്. അയ്യോ, എത്ര നാള് കഷ്ടപ്പെട്ടിട്ടാ വായിലും ഉമനീരും കൊണ്ട് ഒരു വീടുണ്ടാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. അപ്പോ നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്നാണോ? അതല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കാവൽ മാലാഖമാരോട് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്നോളൂ. അത് ശരിയാ. പ്രിയമുള്ള കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർക്ക് തുണയായിരിക്കണമേ. ഇവരുടെയും ഞങ്ങളുടെയും പ്രാർത്ഥന കേൾക്കണമേ. കൂട്ടുകാരെ, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. എന്നിട്ട് എവിടെയുണ്ട് നമ്മുടെ നായകൻ? എടാ, നമുക്ക് പണി കിട്ടുമോ? എനിക്കും പേടിയില്ലാതില്ല. നീയൊക്കെ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. അയ്യോ, ഓടിക്കോ, തേനീച്ചപ്പറ്റം നമ്മളെ ആക്രമിക്കും. ഓടിക്കോ. ഓ, അപ്പൊ ഇതാണ് കക്ഷി. ഇങ്ങനെ എത്ര വട്ടം ഓടിയാലും അവന്റെ സ്വഭാവം അവൻ മാറ്റില്ല. അതൊക്കെ മാറുമെന്നേ. നാളെ ഞങ്ങൾ പറയുന്നിടത്ത് അവനെയും കൂട്ടി വാ. ഓക്കെ. കുറെ നേരമായല്ലോ
നടക്കാൻ തുടങ്ങിയിട്ട്? എങ്ങോട്ടാണെന്നെങ്കിലും പറയോ? നടന്നു നടന്ന് മനുഷ്യന് വട്ടായി. ഒന്നും മിണ്ടാതെ വാടാ, ഇവിടെ അടുത്താ. എല്ലാവരും ഒന്ന് വേഗം നടക്ക്. എവിടേക്കാണെങ്കിലും പറ. നടന്നു നടന്ന് മനുഷ്യന്റെ ചെരുപ്പ് തേഞ്ഞു തീർന്നു. ചില കാര്യങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വരും തക്കുടു. വേഗം നടക്ക്. എന്റെ അമ്മേ, എന്തു വലിയ മരവാ! ഇതൊന്നും അല്ല കാഴ്ച. അങ്കിൾ, അങ്കിൾ, അങ്കിളോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്തിയോ? അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, നല്ല സുഹൃത്തുക്കൾ. അങ്കിൾ, മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഓ, പിന്നെന്താ? മാജിക്കോ? തക്കുടിന് മാജിക് ഇഷ്ടമല്ലേ? മാജിക് ഒക്കെ ഇഷ്ടമാ. അല്ല, എന്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അപ്പോ മാജിക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നാലിതാ ഒരു മാജിക്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളതാർക്കാണ്? ഞങ്ങളുടെ കൂട്ടത്തിലെ ധൈര്യശാലി ഒരു സംശയം വേണ്ട, അത് തക്കുടു തന്നെയാ. ആണോ തക്കുടു? തക്കുടുവാണോ ഈ കൂട്ടത്തിലെ ധൈര്യശാലി? ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണെന്നേ. എനിക്കാണ് പേടി എന്തെന്നറിയത്തോലും ഇല്ല. ആ, ഭയങ്കരം തന്നെ. തക്കുടിനെ പോലെ ഒരാളെയാണ് ഈ മാജിക്കിന് ആവശ്യം. ഞാൻ റെഡി. എന്റെ മുന്നിലിരിക്കൂ തക്കുടു. അകടം പകടം ബും. തക്കുടു എവിടെ? ഹായ്, നല്ല രസമുണ്ട് തക്കുടുവിനെ ഇങ്ങനെ കാണാൻ. ഇനി മതി, ഇനി എന്റെ പഴയ രൂപത്തിലാക്ക്. അയ്യോ, അത് അത്ര പെട്ടെന്ന് സാധ്യമല്ല. കുറച്ച് മണിക്കൂറുകൾ ഈ രൂപത്തിൽ കഴിഞ്ഞാൽ മാത്രമേ പഴയ രൂപത്തിലാക്കാൻ സാധിക്കൂ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇതിന്റെ ഭാരം കാരണം എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനിയൊരു മാർഗമേയുള്ളൂ. എങ്ങനെയാണോ ശലഭങ്ങൾ ആഹാരം തേടുന്നത്, അതുപോലെ തന്നെ നീയും ആഹാരം തേടി കണ്ടെത്തി കഴിക്കുക. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? തേൻ കുടിക്കരുതോ? ഞാൻ ആദ്യമായിട്ടാ. എനിക്കറിയില്ല എങ്ങനെയാ തേൻ കുടിക്കേണ്ടെന്ന്. നല്ല വിശപ്പുണ്ട്. എന്നാൽ ഞങ്ങൾ കുടിക്കുന്നത് കണ്ടു പഠിച്ചോളൂ. ശരി. അതെ, പിന്നെ സൂക്ഷിച്ചു നിന്നോളൂ കേട്ടോ. ഇവിടെ ചില വികൃതി മനുഷ്യക്കുട്ടികളുണ്ട്. അവർ നമ്മളെ അയ്യോ, എനിക്ക് വയ്യായേ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ. ആരെങ്കിലും ഇതൊന്ന് തുറന്നു തരുമോ? അത് ഞാനല്ലേ? അയ്യോ, എന്നോടല്ല, ആ തക്കുടുവിനോട് എറിയരുതെന്ന് പറയൂ. കുപ്പി പൊട്ടിയാൽ ഞാൻ വെള്ളം കുടിച്ച് മരിക്കും. തക്കുടു, വേണ്ട. അയ്യോ, 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 രക്ഷിക്കണേ. അയ്യോ, എന്റെ കാവൽ മാലാഖമാരെ. തക്കുടു, ഭയപ്പെടേണ്ട. കണ്ടില്ലേ തക്കുടു, നീ തന്നെ നിന്നെ ചതിച്ചേനെ. നിനക്ക് ജീവൻ എത്ര വിലപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് എല്ലാ ജീവികൾക്കും. ദൈവം നൽകിയത് തിരിച്ചെടുക്കാൻ നമ്മളാണല്ല. പിന്നെ നീ ചോദിച്ചില്ലേ ഒരിക്കൽ നിന്റെ കൂട്ടുകാരോട് മറ്റ് ജീവികൾ എങ്ങനെ സഹായിക്കുന്നു എന്ന്? അങ്കിൾ ഒരു മാജിക് കൂടെ കാണിക്കാം. ഇതൊരു ജാലവിദ്യ മാത്രമല്ല, നാളേക്കുള്ള ഒരു സത്യം കൂടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളാണ് ഭാവി.
അപ്പോ ഇത് കാണേണ്ടതും അറിയേണ്ടതും ആരാണ്? നിങ്ങളാണ്. എങ്ങനെയുണ്ട് സ്ഥലം? വളരെ നല്ല ഭംഗിയുണ്ട്. എന്ത് പറയുന്നു തക്കുടു? എന്താ ഭംഗി! ആ അരുവിയിൽ നീന്തി കുളിക്കാൻ തോന്നുന്നു. ദേ, ആ വരുന്നതാണ് ഈ പ്രദേശത്തുള്ള ഒരേ ഒരു തേനീച്ച. നിങ്ങൾ നിസ്സാരരെന്ന് കരുതുന്ന ഈ തേനീച്ചകൾ, അവരാണ് നമുക്ക് തേൻ തേടിക്കൊണ്ടുവന്ന് തരുന്നത്. അവർ ഈ ഭൂമിയിലില്ലെങ്കിലുള്ള അവസ്ഥ ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. എന്നാൽ കണ്ടോളൂ. ഭയപ്പെടേണ്ട തക്കുടു, കണ്ണുകൾ തുറക്ക്. എന്ത് പറയുന്നു തക്കുടു? ഒരു തേനീച്ച ഇല്ലാണ്ടായപ്പോ എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചേ? നിങ്ങൾ പരാഗണമെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പൂമ്പൊടി മറ്റൊരു പൂവിന്റെ പൂമ്പൊടിയിൽ ചേരുമ്പോഴാണ് മരങ്ങളിൽ പൂക്കളും കായ്കളും പഴങ്ങളും മറ്റുമുണ്ടാകുന്നത്. അതിന് ഈ മരങ്ങളെ സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ്. അവരില്ലെങ്കിൽ പൂവില്ല, കായില്ല. കായില്ലെങ്കിലോ വിത്തില്ല. വിത്തില്ലാതെ എങ്ങനെ ഒരു ചെടി മുളയ്ക്കും? ചെടികളില്ലെങ്കിൽ മരങ്ങളില്ല. മരങ്ങളില്ലെങ്കിൽ മഴയില്ല. മഴയില്ലെങ്കിൽ പുഴയില്ല. പുഴയില്ലെങ്കിൽ വെള്ളമില്ല. വെള്ളമില്ലാതെ എങ്ങനെ നിങ്ങൾ ഉൾപ്പെടുന്ന, നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ജീവികൾ ജീവിക്കും? അത് ശരിയാ. ഇപ്പോഴാ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഒരു ജീവനും നിസ്സാരമല്ല എന്ന്? മനസ്സിലായ അങ്കിൾ. ഇനി ഞങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. എന്നാൽ നേരം വൈകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോയിക്കോളൂ. ശരി അങ്കിൾ.